എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിലിന് വില കൂടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രം പരിശോധിച്ചാൽ പല സമയങ്ങളിലായി ക്രൂഡ് ഓയിലിന് വില കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ നമ്മളെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ക്രൂഡ് ഓയിലാണോ? വേൾഡ് എക്കണോമിയിൽ ക്രൂഡ് ഓയിലിന്റെ പ്രാധാന്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉറവിടമുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? വരൂ നമുക്ക് നോക്കാം. ലോകത്തെ തന്നെ നിശബ്ദമായി കൺട്രോൾ ചെയ്യുന്ന ശക്തിയായ ക്രൂഡ് ഓയിലിനെ കുറിച്ച്. എന്താണ് ക്രൂഡ് ഓയിൽ? ക്രൂഡ് ഓയിൽ എന്നത് ഭൂമിയുടെ അടിയിൽ നിന്നും കിട്ടുന്ന ഒരു നാച്ചുറൽ ഫോസിൽ ഫ്യൂവലാണ്. ഇത് റിഫൈൻ ചെയ്താൽ നമുക്ക് പെട്രോൾ, ഡീസൽ, LPG, പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ മുതലായവയെല്ലാം കിട്ടും. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന 100-ലധികം സാധനങ്ങളുടെ അടിസ്ഥാനം ഈ ഓയിലാണ്. സിമ്പിളായി പറഞ്ഞാൽ ഓയിൽ ഇല്ലെങ്കിൽ മോഡേൺ ലൈഫ് തന്നെയില്ല. ഈ ഓയിലിൻ്റെ വില എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു രാജ്യം തീരുമാനിക്കുന്നതല്ല, ഇത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയുമാണ്. അതായത് ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ വില ഉയരും. അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറയും. ഇനി എന്തുകൊണ്ടാണ് പല സമയങ്ങളിലായി ഓയിൽ പ്രൈസ് കൂടുന്നത്? ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് യുദ്ധങ്ങളും ജിയോ പൊളിറ്റിക്സും. ഉദാഹരണത്തിന് റഷ്യൻ യുക്രൈൻ വാർ ഉണ്ടായ സമയത്തും ഇപ്പോഴുള്ള ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൻ്റെ സമയത്തും ഓയിലിൻ്റെ പ്രൈസ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഓയിലിൻ്റെ സപ്ലൈ ചെയിനിനെ പ്രതികൂലമായി ബാധിക്കുകയും ഇത് പ്രൈസ് കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്തൊരു പ്രശ്നമാണ് ഒപെക് പ്രൊഡക്ഷൻ കട്ട്സ്. അതായത് ഓയിലിൻ്റെ സപ്ലൈ കരുതി കൂട്ടി മനഃപൂർവ്വം കുറയ്ക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് പ്രൈസ് ഉയരാൻ കാരണമാക്കുന്നു. ഇവിടെ വലിയൊരു പവർ ഉള്ളത് ഒപെക്കിനാണ്. ഒപെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. അതായത് നിലവിൽ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണിത്. ഇവർ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചാൽ ലോകമെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും. അടുത്തതാണ് ഗ്ലോബൽ എക്കണോമി ഗ്രോത്ത്. നിലവിലെ സാഹചര്യത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ ഫ്യൂവൽ ഡിമാൻഡും കൂടും. ഇത് സ്വാഭാവികമായിട്ടും ഓയിൽ പ്രൈസ് കൂടാൻ കാരണമാകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഓയിൽ പ്രൈസ് കൂടും. അടുത്തതാണ് US ഡോളർ വാല്യൂ. അതായത് US ഡോളറിന് വാല്യൂ കൂടുന്തോറും ഓയിൽ പ്രൈസ് കൂടും. കാരണം ഓയിൽ USDയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് ഓയിൽ റിഗ്സിനോ അതുപോലെ തന്നെ ഓയിൽ സപ്ലൈ ചെയിനോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ സപ്ലൈ സ്റ്റോപ്പ് ആകും. ഇത് ഓയിലിൻ്റെ പ്രൈസ് കൂടാൻ കാരണമാകും.